പത്രവാർത്തകൾ പറഞ്ഞു തരാൻ VS സനോജാണുള്ളത്. സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? നമ്മളെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച് തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയിലൂടെ പോവുകയാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. വെനസ്വേല, നിക്കോളസ് മഡ്യൂറോ, ട്രംപോക്രസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും ഞാൻ അതുകൊണ്ട് തന്നെ ഹിന്ദു പത്രത്തിലേക്ക് പോകുന്നു. ആദ്യം വെനസ്വേലയുടെ VP മഡ്യൂറോയ്ക്ക് പകരം ചുമതല ഏറ്റെടുത്ത കാര്യം അവർ ഒന്നാം പേജിൽ തലക്കെട്ടോടുകൂടെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒപ്പം ഇതിൻ്റെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്, ലോകത്തിൻ്റെ പ്രതികരണം എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ വാർത്തകളിൽ അല്ലെങ്കിൽ വിശദാംശങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നൊരു ദിവസമെന്ന് പറയാം. ഏതായാലും US ജയിലിലേക്ക് മഡ്യൂറോയെ മാറ്റിയ കാര്യം, ഒപ്പം ഇന്ത്യ കൺസേൺസ് ഫോർ ദ വെൽബീയിങ് ഓഫ് വെനസ്വേലൻസ് എന്ന് ഒന്നാം പേജിൽ തന്നെ ഹിന്ദു നൽകിയിരിക്കുന്നു. ഇന്ത്യ അത് സംബന്ധിച്ച ഒരു കൺസേൺസ് അറിയിച്ചിരിക്കുന്നു. ഒപ്പം മറ്റ് രാജ്യങ്ങൾ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്തയെ നൽകിയിരിക്കുന്നത് ഇന്ത്യ വോക്സ് ഡിപ്ലോമാറ്റിക് ടൈറ്റ് റോപ്പ് ഓൺ വെനസ്വേല എന്നാണ്. കോൾസ് ഫോർ ഡയലോഗ്. ഇന്ത്യ വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മമായും നിലപാടെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയെ പിണക്കാത്ത തരത്തിലേക്കുള്ള പ്രതികരണം നടത്തുന്നു എന്ന മട്ടിലേക്ക് തന്നെ നമ്മൾ ആ വാർത്തയെ കാണേണ്ടി വരും. അതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ടും അത് തന്നെയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമല്ല, കാരണം ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നു ഓൺ മഡ്യൂറോ ഇന്ത്യ എക്സ്പ്രസസ് കൺസേൺ ഡസിൻ കണ്ടം എന്നാണ്. ഇന്ത്യ ഇതിനെ അപലപിക്കാൻ തയ്യാറായിട്ടില്ല, പക്ഷേ ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ലോകത്ത് ഒരു വലിയ അനീതി നടക്കുന്നു. ആ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അതിനെങ്ങനെ പ്രതികരിക്കണം എന്നതിൽ പോലും ഒരു ഡിപ്ലോമസി ഏതായാലും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സേതു. കാരണം അത് ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണാനും കഴിയുകയുള്ളൂ. ഏതായാലും മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ പ്രതികരണങ്ങളുമായി വന്നു. കൊളംബിയയും മെക്സിക്കോയും ക്യൂബയ്ക്കുമെല്ലാം ഈ ഗതി വരുമെന്ന് ട്രംപ് പറയുമ്പോഴും ലോകം മുഴുവൻ അതിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ചെറിയ രാജ്യങ്ങളടക്കം, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. മാതൃഭൂമി ഒന്നാം പേജിൽ അരിശം തീരാതെ ട്രംപ് എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ തലക്കെട്ട് അവർ നൽകിയിരിക്കുന്നത്. പകരം അതായത് മഡ്യൂറോയ്ക്ക് പകരം ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസ് ചുമതലയേറ്റു എന്നുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഉൾപേജിൽ മലയാള മനോരമ 7-ാം പേജിൽ വളരെ വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് പോയിട്ടുണ്ട്. US കീഴടങ്ങില്ലെന്ന് വെനസ്വേല പറയുന്നു. മഡ്യൂറോ US ജയിലിൽ. കൈവിലങ്ങണിഞ്ഞ് പുഞ്ചിരിയോടെ മഡ്യൂറോ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നു എന്ന് ആ വാർത്തയിൽ പറയുന്നു. ഒപ്പം ഈ റോഡ്രിഗസ് എന്ന് പറയുന്നത് ആരാണ് എന്നത് സംബന്ധിച്ചും ഒളിപ്പോരിൻ്റെ കടുവച്ചാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ അതിൽ നൽകിയിരിക്കുന്നു. ഏതായാലും മച്ചാഡോയ്ക്കല്ല പകരം റോഡ്രിഗസിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതും, ഒപ്പം ഒരു കടുവയുടെ ശൗര്യത്തോടെ തൻ്റെ സർക്കാരിനെ അവർ നോക്കും എന്ന് മഡ്യൂറോ പണ്ട് പറഞ്ഞ കാര്യം കൂടെ അതിൽ ആ വാർത്തയിൽ ചേർത്തിരിക്കുന്നു. ഏതായാലും നിക്കോളസ് മഡ്യൂറോ 2 ആഴ്ച മുമ്പ് നമുക്കറിയാവുന്നതുപോലെ ഡോണ്ട് വറി ബി ഹാപ്പി എന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്ത, അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ പല്ലടിച്ചു കൊഴിക്കുമെന്ന് പറഞ്ഞ മഡ്യൂറോയെ പെട്ടെന്ന് ഒരു ആക്രമണത്തിലൂടെ കീഴടക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ അധിനിവേശം എന്ന് പറയാവുന്ന തരത്തിലേക്ക് തന്നെയാണ് ആ കാര്യം പോകുന്നത്. ദേശാഭിമാനി തലക്കെട്ടിൽ അവരുടെ തലക്കെട്ട് ദേശാഭിമാനി നൽകിയിരിക്കുന്നത് വെനസ്വേലയെ തുടരുതെന്ന് ട്രംപിന് ലോകത്തിൻ്റെ താക്കീതെന്നാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന തലക്കെട്ട്. അത് വലിയ പ്രാധാന്യം അവർ കൊടുത്തിരിക്കുന്നു. മഡ്യൂറോ തടങ്കൽ പാളയത്തിൽ നിന്ന് മാധ്യമം നൽകിയിരിക്കുന്നു. മാധ്യമം അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ ഉൾപേജിൽ അതിൻ്റെ മറ്റു രീതിയിലുള്ള എന്തൊക്കെ രീതിയിലൊക്കെയുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലേക്ക് ഈ വിഷയം മുന്നോട്ട് പോകുമെന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. സുപ്രഭാതം എഡിറ്റോറിയൽ പേജ് ലേഖനം, ഒപ്പം അവരുടെ എഡിറ്റോറിയൽ തന്നെ അതാണ് വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം. ഇന്ധനക്കണ്ണുള്ള അമേരിക്കൻ സ്വേച്ഛാധിപത്യം എന്നാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ 6-ാം പേജിൽ അവർ നൽകിയിരിക്കുന്ന ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. എന്തുകൊണ്ട് എണ്ണ വിപണി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വളരെ അതിലേക്ക് കണ്ണു നട്ടുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അതിലേക്ക് കൃത്യമായി എഴുതിയിരിക്കുന്നു. സതീശൻ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ, ആ വാർത്തയിൽ നിന്ന് പുറത്തു കിടന്നാൽ VD സതീശനെതിരായിട്ടുള്ള ആ കേസ് കുത്തിപ്പൊക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തയും ഇന്ന് 1-ാം പേജിൽ ഇടം പിടിച്ച പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഇലക്ഷൻ വരാൻ പോകുന്ന സമയം. മംഗളം സതീശനെതിരെ അന്വേഷണ ശുപാർശ, പുനർജനിച്ചത് തള്ളിയ ശുപാർശ എന്ന മംഗളം 1-ാം പേജിൽ
ആ വാർത്ത ഒരു പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് വിജിലൻസ് ശുപാർശയിൽ സ്പീക്കറുടെ നടപടി, അതായത് വിജിലൻസ് അടക്കം അതിൽ കാര്യമില്ല എന്ന് കണ്ടെത്തി എങ്കിൽ പോലും അത് വിജിലൻസ് CBI അന്വേഷണത്തിന് അവർ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടെ തന്നെ ആ വാർത്ത നൽകിയിരിക്കുന്നു. പുനർജനി നീക്കമെന്ന് മാതൃഭൂമി അവരുടെ 1-ാം പേജ് വാർത്തയിൽ തന്നെ പറയുന്നു. ദേശാഭിമാനിയും ഈ വാർത്ത പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയും മറ്റു പത്രങ്ങളെല്ലാം തന്നെ ഇത് വലിയ പ്രാധാന്യത്തിൽ നൽകിയൊരു വാർത്ത എന്ന് പറയാം. സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ എന്നാണ് പുനർജനി അഴിമതി കേസ്, നടപടി സ്വീകരിക്കണമെന്ന് സ്പീക്കർക്കും വിജിലൻസിനും ശുപാർശ എന്നാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. CBI വരുമെന്ന് സിറാജ് നൽകിയിരിക്കുന്ന തലക്കെട്ടിൽ പറയുന്നു. ഒപ്പം സതീശന് കൊടുക്കാൻ സർക്കാർ നീക്കമെന്നാണ് സുപ്രഭാതം നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ സതീശൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാധാന്യത്തിൽ തന്നെ ആ വാർത്തകൾ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലെ മറ്റൊരു വാർത്ത എന്ന് പറയാവുന്നത് സുരേഷ് ഗോപി അവഹേളിച്ചു, CPIM സ്നേഹവീടേകി എന്ന് പറഞ്ഞൊരു വാർത്ത 14-ാം പേജിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. കാരണം അത് തൃശ്ശൂരിലെ കൊച്ചുവേലായുധനും ഭാര്യ സരോജിനിക്കും പുതിയതായി വീട് പണിത് നൽകി പാലുകാച്ചലിനെ പാർട്ടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എത്തിയ വാർത്തയാണ്. അത് ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിനാണ് ഏതായാലും അവർ ആ വീട് പണിത് നൽകിയിരിക്കുന്നത്. ആ വാർത്ത ഒരു പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമഗ്ര നിർദ്ദേശമായിട്ടൊരു കോൺഗ്രസിൻ്റെ സമ്മിറ്റ് നൽകുന്ന വാർത്ത, സംഘടിപ്പിച്ച വാർത്ത, വയനാട്ടിലെ ആ വാർത്തയും ഇന്ന് മാതൃഭൂമി ഒരു പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഒപ്പം ദീപികയിലെ ഇന്നത്തെ 1-ാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത ഈ വാഹനങ്ങൾ അതായത് കത്തി നശിച്ച വാർത്ത ദീപിക നൽകിയിരിക്കുന്നു. ഒപ്പം ഇത് സിറാജിൻ്റെ 1-ാം പേജ് വാർത്തയാണ്. റെയിൽവേ പാർക്കിംഗ് ഏരിയയിൽ തീ പടർന്ന 600-ലേറെ ബൈക്കുകൾ കത്തി നശിച്ചു എന്നുള്ള സിറാജ് 1-ാം പേജിൽ തൃശ്ശൂരിലെ ആ വൻ തീപിടുത്തത്തിൻ്റെ ആ വാർത്ത പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ദീപിക ഇന്ന് 10-ാം പേജിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാറിന് ഇന്ന് 75-ാം പിറന്നാൾ, 75 അമ്പിളിക്കലകൾ എന്ന തലക്കെട്ടോടുകൂടെ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിറന്നാൾ നേരുകയും അദ്ദേഹം കുറേ കാലമായി ചികിത്സയിലും സിനിമയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ആ വാർത്തയ്ക്ക് എന്നുള്ള കാര്യം അതിൽ ചേർത്തിരിക്കുന്നു. ജന്മഭൂമി ശബരിമല അന്വേഷണം, സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ജന്മഭൂമിയുടെ തലക്കെട്ട്. ആ വാർത്തയും അവർ അതിൻ്റെ ആംഗിൾ വെച്ചിരിക്കുന്നത് ഈ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ വഴിമുട്ടിയിരിക്കുന്നു, ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ കുറ്റപത്രം വൈകുന്നു, ജാമ്യത്തിന് വഴിയൊരുക്കുന്ന രീതിയിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ജന്മഭൂമിയുടെ ഒരു ആരോപണത്തിൻ്റെ സ്വഭാവമുള്ളൊരു വാർത്ത എന്ന് പറയാം. കേരളകൗമുദി ഇന്ന് 1-ാം പേജിൽ പുനർജനി വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം മഡ്യൂറോയുമുണ്ട്. പക്ഷേ മറ്റൊരു കൗതുകമുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് കുട്ടികളെ വയസ്സന്മാർ വാഴും എന്നുള്ളതാണ്. അതായത് ആയുർദൈർഘ്യം സംബന്ധിച്ച പഠനം, ഈ ആയുർദൈർഘ്യം കൂടി അത് 80-ലേക്ക് മാറിയിരിക്കുന്നു, 70-ൽ നിന്ന് 80-ലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷത്തെ ജനസാംഖ്യ ആനുപാതിക ഒരു ഡേറ്റ പ്രകാരം അവർ പറഞ്ഞിരിക്കുന്നു ആയുസ് 10 വർഷത്തോളം കൂടി. അതായത് ഇനി വൃദ്ധസദനങ്ങൾ പെരുകുമെന്ന ആ വാർത്തയിലുണ്ട്. അപ്പം യൗവനത്തിൻ്റെ ആ പ്രായത്തിൻ്റെ മാനദണ്ഡത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നുവെന്നും ഏതായാലും കൗമുദി എഴുതിയിരിക്കുന്നു തലക്കെട്ടിൽ. ഏതായാലും ആ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്തയായിരിക്കും. ഈ രീതിയിലേക്ക് ആയുർദൈർഘ്യം കൂടുന്നു എന്നൊക്കെ പറയുന്നത് അത് ഹെൽത്ത് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. കാരണം ആയുരാരോഗ്യത്തിൻ്റെ ഒരു കാര്യം കൂടെ വരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ആയുർദൈർഘ്യവും അതിൻ്റെ ഹെൽത്ത് ഇൻഡെക്സും ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു ഗുണം കൂടെ അതിലേക്ക് വരുന്നു. ഏതായാലും ഒരു 40 കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് യൗവനം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ധൈര്യമായി പറയാൻ ചെയ്തു.